പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ CPIM ലോക്കൽ സെക്രട്ടറി KSEB ജീവനക്കാരനെ പാർട്ടി ഓഫീസിൽ വിളിച്ചുവരുത്തി മർദ്ദിച്ചതായി പരാതി. അത്തിക്കോട് നടുപാളയം സ്വദേശി S വിദ്യാധരനാണ് മർദ്ദനമേറ്റത്. നിന്റെ അടുത്ത് 1 മിനിറ്റ് നീ ഞാൻ പറഞ്ഞിട്ട് നീ ഒരു ചെക്ക് ലീഫ് നീ കൊടുത്തോ ഇല്ലയോ? ഇതെന്ത് മനുഷ്യ പരിപാടിയാണ്? ഇതെന്താ എഴുതിയിരിക്കുന്നുണ്ടോ? ആരെഴുതിയിട്ടുണ്ട്? ആ പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് നീ മനുഷ്യ നീ ധാരണ നീ ഇതാക്കണ്. അവനെ പറ്റിച്ചല്ല നീ എന്നെ പറ്റിക്കാൻ നിൽക്കാണ്. എന്നെ പറ്റിക്കാൻ നിൽക്കാണ് നീ. നിന്റെ ഓഫീസിൽ കയറി തല്ലും ചേര് കാണണ ഞാൻ ചോദിക്കണ. നീ ഈ കാര്യം നീ എന്താ നീ ഉത്തരവാദില്ല. നിന്നെ തല്ലിക്കൊന്നിട്ട് ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞോളാം. ദൃശ്യങ്ങളുമായി ഷാരിക്ക് ഓഡിയോ സന്ദേശത്തിൽ തന്നെ കടുത്ത ഭീഷണിയാണല്ലോ. എന്തിന്റെ പേരിലായിരുന്നു ഈ മർദ്ദനം? ത്തിൽ തന്നെ കേൾക്കാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ കൊഴിഞ്ഞാമ്പാറ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി NM അരുൺ പ്രസാദ് KSEB ജീവനക്കാരനായ, അതായത് അത്തിക്കോട് നടുപാളയം സ്വദേശിയായ വിദ്യാധരനെതിരെയാണ് ഇത്തരത്തിൽ വലിയ ഭീഷണി മുഴക്കുന്നത്. 28-ാം തീയതിയാണ് ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് പണമിടപാടിന്റെ പേരിൽ മധ്യസ്ഥത വഹിക്കാൻ പാർട്ടി ഓഫീസിലേക്ക് വിദ്യാധരനെ ഈ NM അരുൺ പ്രസാദ് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് ഇവർ തമ്മിൽ ഇത് ചർച്ച നടത്തി. ഇതിനിടെ ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്നാണ് KSEB ജീവനക്കാരൻ കൂടിയായ വിദ്യാധരനെ NM അരുൺ പ്രസാദ് മർദ്ദിച്ചതെന്ന് പറയുന്നു. ഇദ്ദേഹം ഉടനെ തന്നെ കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകി. പോലീസ് എന്തായാലും NM അരുൺ പ്രസാദിനെതിരെ കേസ് ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലാണ്. അതിനെ തുടർന്നും വീണ്ടും ഈ NM അരുൺ പ്രസാദ് CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് അദ്ദേഹം. വീണ്ടും വിദ്യാധരനെ വിളിച്ച് വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഓഡിയോ സന്ദേശം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രസ്ന. ശരി. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് CPM ലോക്കൽ സെക്രട്ടറി KSEB ജീവനക്കാരനെ പാർട്ടി ഓഫീസിൽ വിളിച്ചുവരുത്തി മർദ്ദിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. പാലക്കാട് നിന്ന് ഷാരിഖ് നവാസാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.